മുരളി മന്ദിരത്തിൽ വെച്ച് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് പ്രവർത്തകർക്ക് BJP അംഗത്വം നൽകുന്നു. കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിനരികെയാണ് വേദി. ജെയ്സൺ ചാമോളപ്പിൽ വിശദാംശങ്ങളുമായി. ജെയ്സൺ, കൂടുതൽ പ്രകോപനത്തിലേക്കാണല്ലോ കാര്യങ്ങൾ പോകുന്നത്. നികേഷ്, തീർച്ചയായും ഇന്ന് മുരളി മന്ദിരത്തിൽ നടക്കുന്ന ഈ BJP മെമ്പർഷിപ്പ് വിതരണത്തിൽ വലിയ രാഷ്ട്രീയമായ പ്രാധാന്യമുണ്ട്. രാഷ്ട്രീയ കൗതുകവും രാഷ്ട്രീയ പ്രാധാന്യവും ഒരുപോലെ കൈവരുന്ന ഒരു ചടങ്ങാണ്. ഏകദേശം 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കാണ് പത്മജ വേണുഗോപാൽ എന്ന് BJP അംഗത്വം നൽകുന്നത്. അതും മുരളി മന്ദിരം കെ കരുണാകരന്റെ വീട്ടിൽ വെച്ച് പത്മജ വേണുഗോപാൽ BJP അംഗത്വം നൽകുന്നതാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രാധാന്യം. മറ്റൊന്ന്, ഇപ്പോൾ നമുക്ക് ഈ വേദിയാണ്, ഇവിടെ വെച്ചാണ് ഇന്ന് ഏകദേശം 50ഓളം പേർക്ക് BJP അംഗത്വം നൽകുന്നത്. ഇതിനോട് ചേർന്നാണ് അദ്ദേഹത്തിൻ്റെ സ്മൃതി മണ്ഡപം ഇരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം സ്മൃതി മണ്ഡപം. ഈ സ്മൃതി മണ്ഡപത്തോട് ചേർന്ന സ്ഥലത്താണ് കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം, അതുപോലെ തന്നെ കല്യാണിക്കുട്ടിയമ്മയുടെ സ്മൃതി മണ്ഡപം. ഇതിനോട് ചേർന്നാണ് കോൺഗ്രസ് അംഗങ്ങൾക്ക് BJP അംഗത്വം നൽകുന്ന വലിയ രാഷ്ട്രീയ പ്രാധാന്യം കൂടി ഉണ്ട്. ഈ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് വലിയ രീതിയിൽ വേദന ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കെ കരുണാകരൻ്റെ വീട്, കെ കരുണാകരൻ്റെ തട്ടകം, ഇവിടെ നൂറുകണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ദിനംപ്രതി വന്നുകൊണ്ടിരുന്ന ഒരു സ്ഥലത്താണ്. വലിയ രാഷ്ട്രീയ പ്രാധാന്യത്തോടു കൂടിയുള്ള ഒരു യൂത്ത് മെമ്പർഷിപ്പ് വിതരണം നടക്കുന്ന ഈ വേദിയിലാണ് വെച്ചാണ് മെമ്പർഷിപ്പ് വിതരണം നടക്കുക. നമ്മൾ തുടക്കത്തിൽ തന്നെ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ നാം ഇത് സംബന്ധിച്ച ഒരുപാട് ചർച്ച ചെയ്താണ്. നികേഷ് കുമാർ അന്ന് ചർച്ചകളിൽ തന്നെ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇനി ഇതൊരു BJPയുടെ ഒരു കേന്ദ്രമായി, BJPയുടെ ഒരു സെൻറ്ററായി തൃശ്ശൂരിലെ മാറുമെന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്, നാം റിപ്പോർട്ടിങ്ങിലും പറഞ്ഞതാണ്. അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. കോൺഗ്രസിനെ വളർത്തിയ കെ കരുണാകരൻ്റെ വീട്, കെ കരുണാകരൻ്റെ സ്മൃതി മണ്ഡപം, ഇതെല്ലാം ഇനി BJPയുടെ പ്രവർത്തനത്തിൻ്റെ കേന്ദ്രമായി മാറുന്നു. ഇവിടെ വെച്ച് തന്നെയാണ് അവർ തുടങ്ങുന്നത്. പത്മജ വേണുഗോപാൽ ഏകദേശം 50ഓളം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് BJPയിലേക്ക് അംഗത്വം നൽകിക്കൊണ്ട് തൻ്റെ ഈ തൃശ്ശൂരിൽ കോൺഗ്രസിനുള്ള മറുപടി അവർ തുടങ്ങുകയാണ്. BJPയുടെ നേതാക്കൾ, RSSൻ്റെ നേതാക്കളൊക്കെ ഇവിടെ എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അല്പസമയത്തിനകം തന്നെ BJPയിൽ അംഗത്വം നൽകുന്ന പരിപാടി ആരംഭിക്കും. നികേഷ് കുമാർ. ജെയ്സൺ ചാമോളപ്പിലാണ് വിശദാംശങ്ങൾ നൽകുന്നത്.